എങ്ങനെയൊക്കെയോ അവിടുന്ന് രക്ഷപ്പെട്ടു പോന്നു. ഓർക്കുമ്പോ വിശ്വസിക്കാനാവുന്നില്ല. ഇനിയിപ്പോ ഇതെങ്ങനെ ജയദേവൻ അറിഞ്ഞാൽ എന്താവും സ്ഥിതി? നിന്നെക്കുറിച്ച് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിന്റെ രൂപവും ഭാവവും ഒക്കെ നാദിറ ജയദേവനോട് പറഞ്ഞു കൊടുക്കാതിരിക്കോ? പറയുന്നെങ്കി പറയട്ടെ. ഇനിയിപ്പോ ഞാൻ തന്നെയാണ് അവിടെ ചെന്നെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ദേവേട്ടൻ എന്നെ എന്ത് ചെയ്യാനാ? നിന്റെ കാര്യമല്ല, നിന്റെ മോള് ജയയാണ് ജിഷയെന്ന് തിരിച്ചറിഞ്ഞ ആകെ കുഴപ്പമാവില്ലേ? അതൊരിക്കലും അറിയില്ലല്ലേ. ആശുപത്രിയിൽ ഞാൻ ചെന്നത് വിശ്വേട്ടനെയും മണിയമ്മയുടെയും മോളെ കാണാനല്ലേ. ഓ, പറഞ്ഞതുപോലെ അങ്ങനൊരു ബന്ധം പറയാനുണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോ കുഴപ്പമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും എന്റെ മോൾ ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരുക്കുക. എന്റെ അടുത്തേക്ക് ഓടിയെത്താനുള്ള തിടുക്കത്തില ഈ അപകടം പോലും അവളെ വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാ പിന്നെ നിനക്ക് ഇന്ന് തന്നെ അവളെ ഇങ്ങ് കൂട്ടായിരുന്നില്ലേ? ഇതൊരു പറ്റിയ സമയമായിരുന്നു. നാളെ ചിലപ്പം ഇതുപോലൊരവസരം കിട്ടിയില്ലെങ്കിലോ? ദേ, ജയമോളുടെ കാര്യ 2 ദിവസം കൂടി കഴിയുമ്പോ മനസ്സ് മാറി അവൾക്ക് വീണ്ടും തോന്നും അവിടെ തന്നെ നിൽക്കണമെന്ന്. അതും ശരിയാ. ഇനിയിപ്പോ എന്തു ചെയ്യും? മണിയാട്ടത്തി വിചാരിച്ച അവളെ ഇങ്ങ് കൊണ്ടുവരാൻ പറ്റില്ലേ? അത് പറ്റും. പക്ഷേ അവരതിന് തയ്യാറാവുമെന്നാ? നീ ഏതെങ്കിലും രീതിയിലൊന്ന് ശ്രമിച്ചു നോക്ക്. മോൾക്കും ഇങ്ങോട്ട് വരുന്നതാണ് ഇഷ്ടമെന്ന് അറിയുമ്പോ മണിയാട്ടത്തി ചിലപ്പോ സമ്മതിച്ചാലോ? ശരി, എനിക്കെന്റെ മോളെ തിരിച്ചു കിട്ടാൻ വേണ്ടി ഒരു അവസാന ശ്രമം കൂടി ഞാൻ നടത്തി നോക്കാം. നീ ആരെയാ വിളിക്കുന്നേ? മനുവിനെ. ഇവിടെ വന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ചെറുപ്പക്കാരനില്ലേ, അവനെ. അവൻ വിചാരിച്ച നടക്കില്ലേ? അവൻ ആശുപത്രിയിൽ ചെന്ന് മണിയെടുത്തിയെ കണ്ടോളും. അവൻ വിചാരിച്ചാലേ ഇനി അത് നടക്കൂ. അപ്പൊ താൻ വരുന്നില്ല എന്ന് തീരുമാനിച്ചു അല്ലേ? അതെ, വേറൊന്നുമല്ല, നല്ല സുഖം തോന്നുന്നില്ല. ഓക്കെ, ഡിസ്ചാർജ് ചെയ്ത് വരുമ്പോ ജിഷയോടൊപ്പം ചിലപ്പോൾ മണിയേട്ടത്തി ഉണ്ടാവും. എതിർപ്പൊന്നുമില്ലല്ലോ? ആർക്കെനിക്കോ? എന്താ ചെടി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ? മനസ്സിലെന്തേലും തോന്നിയാ അതുടനെ പ്രകടിപ്പിക്കുന്നതാണല്ലോ എന്റെ കുഴപ്പം. അല്ല, ചില നേരത്ത് നിന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത എൻ്റെ മനസ്സിനാ കുഴപ്പം. സാരല്ല, ഒന്നും മനഃപൂർവ്വമല്ല, സ്നേഹക്കുറവുകൊണ്ടുമല്ല. എൻ്റെ ഒരു അവസ്ഥ എനിക്ക് തന്നോടല്ലേ പ്രകടിപ്പിക്കാൻ പറ്റും. ഈ പറഞ്ഞത് ഇനി ഞാൻ എപ്പോഴും ഉൾക്കൊള്ളാൻ ശ്രമിക്കും ചേടി. ഒരു ടെൻഷനും കൂടാതെ അവരെങ്ങോട്ട് കൊണ്ടുവന്നോളൂ. ചിലത് കണ്ടില്ലെന്നടിച്ച് മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്തും കാണിക്കാൻ ജിഷയ്ക്ക് നൽകുന്ന ഒരു ലൈസൻസായി താൻ കാണരുത്. ഇങ്ങോട്ട് കൊണ്ടുവരും മുമ്പ് ചില കാര്യങ്ങൾ അവളോടും എനിക്ക് പറയാനുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട ജെടി. കൈകള് രണ്ടും ചേർത്ത് കൊട്ടിയാലല്ലേ ശബ്ദം ഉണ്ടാവുള്ളൂ. ജേഡിക്ക് വേണ്ടി ഞാൻ എൻ്റെ കൈകൾ മാത്രമല്ല, കണ്ണും കാതും നാവും ഒക്കെ ബന്ധിച്ചോളാം. എന്താ, അതുപോരെ? തമാശയാണെങ്കിലും അതിലൊരു മുള്ളുണ്ട്. അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളുകയും ചെയ്തു. നന്നായി പറ്റേ. എന്റെ ഗീതേ, നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ജയമോളെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്റെ കൂടെ താമസിപ്പിക്കാൻ നീ സമ്മതിക്കുന്നാണല്ലോ മനു എന്നോട് പറഞ്ഞത്. അതെ ഏടത്തി, അങ്ങനെ പറഞ്ഞാലേ മോളെ ഏടത്തി ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ. എന്നോട് ക്ഷമിക്കണം. എന്റെ കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ മറ്റൊരു വഴിയും കാണാത്തോണ്ടാ മനുവിനെ കൊണ്ട് ഞാൻ അങ്ങനെ പറയിപ്പിച്ചത്. ഓഹോ, അപ്പോ എന്നെ നീ ചതിക്കായിരുന്നല്ലേ? നീയും ഇതിന് കൂട്ടു നിൽക്കുകയാണോ മോളെ? വല്യമ്മ വിഷമിക്കരുത്. എന്നും ഞാൻ വല്യമ്മയെ കാണാൻ ഇവിടെ വരും. എന്റെ അമ്മയുടെയും വല്യമ്മയുടെയും മോളായി ഞാൻ ജീവിച്ചോളാം. ദേ, രണ്ടാളെ ഞാനിനി സങ്കടപ്പെടുത്തില്ല. അത് പോരെ വല്യമ്മേ?
നീ നിന്റെ പെറ്റമ്മയുടെ കൂടെ പോണ്ടെന്നൊന്നും ഞാൻ പറയില്ല മോളെ. പക്ഷേ നീ ഇപ്പൊ ഗീതയോടൊപ്പം പോയാ നിന്റെ അച്ഛൻ ജയദേവൻ എല്ലാ സത്യവും അറിയില്ലേ? ആശുപത്രിയിൽ നിന്ന് വരുമ്പോ നീ എന്താ എന്നോട് പറഞ്ഞത്? അച്ഛന് നിന്നോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന് പരീക്ഷിക്കാനാ ഈ തിരിച്ചുപോക്കെന്നല്ലേ? അതെ വല്യമ്മേ, ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോന്നാ എന്റെ അച്ഛൻ വന്ന് എന്നെ തിരിച്ചു വിളിക്കോ, അതോ ആന്റിയുടെ വാക്കും കേട്ട് എന്നെ വേണ്ടാന്ന് വെക്കോന്ന് എനിക്കറിയണം. നീ ഗീതയുടെ മോളാണെന്നറിഞ്ഞാ നിന്റെ അച്ഛൻ പിന്നെ ഇങ്ങോട്ട് വരുമെന്ന് കരുതണ്ട. വേണ്ട എടുത്തി, ഇനിയും എന്റെ മോള് സ്വന്തം അച്ഛന്റെ മുമ്പിൽ മറ്റൊരു വേഷം കെട്ടി കടിച്ചു തൂങ്ങി നിൽക്കാൻ തയ്യാറല്ല. ഒന്നുകിൽ അവൾക്ക് യഥാർത്ഥ മകളുടെ സ്ഥാനം ലഭിക്കണം, അല്ലെങ്കിൽ അവൾ ഇനി പഴയതുപോലെ എന്റെ ഒപ്പം തന്നെ ജീവിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് ശരി. നിങ്ങൾക്ക് മടുക്കുമ്പോ പാതി വഴിയിൽ അഴിച്ചു വയ്ക്കാനായിരുന്നെങ്കിൽ എന്തിനാ ഗീതേ ഈ പാവത്തിന് ഇങ്ങനൊരു വേഷം കെട്ടിച്ച്? ഞാൻ എന്റെ ജിഷമോളുടെ ഓർമ്മകളുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോവായിരുന്നില്ലേ? ഞാൻ ആരെയും വേഷം കെട്ടിച്ചില്ല എടുത്തി. ഇവളുടെ ആഗ്രഹത്തിനും വിശ്വട്ടിന്റെ തീരുമാനത്തിനും ഞാൻ കൂട്ടുനിന്നേ ഉള്ളൂ. ആ കൂട്ടത്തിൽ പുതിയൊരു വേഷത്തിൽ ഏട്ടത്തി പ്രത്യക്ഷപ്പെട്ടത് വിശ്വട്ടൻ പറഞ്ഞിട്ടല്ലേ? അതെ. പക്ഷേ ഇവൾക്ക് ഇവളുടെ അച്ഛനെ കിട്ടണമെന്നും അതിലൂടെ നിനക്കൊരു ജീവിതം ഉണ്ടാവണമെന്നും വിശ്വട്ടൻ ആഗ്രഹിച്ചത് തെറ്റാണോ? തെറ്റെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനിയും ഈ വേഷം തുടരാൻ എനിക്കും എന്റെ മോൾക്കും ആവില്ലെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ ജയദേവൻ ഇവളെ നിഷേധിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നവരെങ്കിലും ഈ രഹസ്യങ്ങൾ അവൻ അറിയരുതെന്നല്ലേ വിശ്വട്ടൻ ആഗ്രഹിച്ചത്? ആ മനുഷ്യനെ ഓർത്തെങ്കിലും പിടിച്ചു നിൽക്കേണ്ട ഒരു കടമ നിങ്ങൾക്കില്ലേ? മോള് പറ, പഠിക്കലോളെ എത്തിച്ചിട്ട് ഒക്കെ എറിഞ്ഞുടയ്ക്കാനാണോ മോളെ നീയും തീരുമാനിച്ചിരിക്കുന്നേ? എന്റെ ഈശ്വര, അയ്യോ, ജയദേവനാ വന്നിരിക്കുന്നേ. എന്റെ ഗീതേ, ഞാൻ നിന്റെ കാല് പിടിക്കാം. നിമിഷ നേരം കൊണ്ട് എല്ലാം തകർക്കാതെ ഈ ഒരു തവണ കൂടി നീയൊന്ന് മാറി നിൽക്ക്. ഇല്ല എടുത്തി, ഞാൻ മാറിപ്പോകുന്നെങ്കിൽ എന്റെ ഒപ്പം എന്റെ മോളും ഉണ്ടാവും. മോളെ, അരുത്. നല്ലത് മാത്രം ചിന്തിച്ച നിന്റെ വല്യച്ഛന്റെ മനസ്സ് നോവിക്കരുത്. ഇതൊരു നാടകമായിരുന്നു എന്ന് ഇപ്പൊ അറിഞ്ഞ ആദ്യം തകരുന്നത് നിന്റെ അച്ഛനും വല്യച്ഛനും തമ്മിലുള്ള സ്നേഹബന്ധവും വിശ്വാസമായിരിക്കും. നീ ആയിട്ട് അതിന് ഇടവെച്ചു കൊടുക്കല്ലേ മോളെ? മണിയെടുത്തി, മണിയെടുത്തി, ഏട്ടത്തി, മണിയെടുത്തി. ഞാനിവിടെ ഉണ്ട് ജയദേവ. ജിഷമോളവിടെ? ഏട്ടത്തി എന്ത് പണിയാ കാണിച്ച്? ഹോസ്പിറ്റലിൽ ഞാൻ വരണവരൊന്ന് കാത്തിരിക്കുക ഏട്ടത്തിക്ക് തോന്നിയില്ലല്ലേ? അത് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് മോൾക്കൊരേ നിർബന്ധം. അതാ ഞാൻ. ഓ, എന്നോടൊരു വാക്ക് ചോദിച്ച് ഞാൻ സമ്മതിച്ചില്ലെങ്കിലോ അല്ലേ? ഇല്ല ഏട്ടത്തി, നിങ്ങളുടെ മകളെ പിടിച്ചു വെക്കാനുള്ള അധികാരമൊന്നും എനിക്കില്ല. ബലമായി ഞാൻ ആരെയും പിടിച്ചു വെക്കുകയില്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് എനിക്കറിയാം. എന്താ മോളെ, നാദരാനി നീ തമ്മിൽ എന്താ പ്രശ്നം? എന്തായാലും ചെറിയച്ചനോട് പറ. ഒന്നുമില്ല ചെറിച്ച, സത്യമായിട്ടൊന്നുമില്ല. എങ്കിലിറങ്ങ്, നമുക്കിപ്പോ തന്നെ തിരിച്ചു പോകണം. അത്
മോള് 2 ദിവസമെങ്കിലും ഇവിടെ നിൽക്കട്ടെ ജയദേവ, എന്നിട്ട് കൊണ്ടുപോവാ. ഏട്ടത്തിയമ്മേ, വിശ്വേട്ടനാ ഇവളെ എന്നെ ഏൽപ്പിച്ചത്. ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് മോളെ നോക്കാം. ജന്മം കൊണ്ടായില്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാനിപ്പോൾ ഇവളുടെ അച്ഛനാണ്. പക്ഷേ ഇവള് വരാൻ തയ്യാറാവണ്ടേ ദേവ? അവള് വരും. ഇറങ്ങുമോളെ. ഇല്ല ചെറിയച്ച, ഞാൻ ഇപ്പൊ വരുന്നില്ല. ഞാൻ കരുതിയത് പെട്ടെന്നൊരു വാശിക്ക് നീ എവിടെ നിന്ന് ഇറങ്ങിപ്പോന്നായിരിക്കുന്നു. അപ്പോ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണല്ലേ? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. എന്റേതായൊരു തീരുമാനത്തിൽ ബലമായി പിടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് അവകാശമില്ല, അധികാരമില്ല. പക്ഷേ സ്നേഹിച്ചു പോയി, ഒരു മോളെ പോലെ. സാറല്ലേ, നിന്റെ മനസ്സ് ഇവിടെയാണെങ്കിൽ പിന്നെ നീ എങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല. സ്നേഹം ഒരിക്കലും പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നിനക്ക് ഇവിടെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആട്ടെ. ചെറിയച്ചും പോയേക്കാം. ഒപ്പം നിൽക്കണില്ല എന്ന് കരുതി ഞാൻ ഏറ്റെടുത്ത കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് തോന്നരുത്. ഇവയ്ക്ക് വേണ്ടി എന്താവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കണം. അവളുടെ മനസ്സിൽ എന്തായിരുന്നാലും വിശ്വേട്ടന്റെ മോള് എന്റെ മനസ്സിൽ എന്റെ മോള. അങ്ങനെ കണ്ടിട്ടുള്ളൂ ഇതുവരെ. ചെറിയച്ച, ഞാനും വരുന്നു ചെറിയച്ചന്റെ ഒപ്പം. ചെറിയച്ച, ഇതെന്താ ചെറിയച്ച ഇവിടെ നിർത്തിയത്? ഇറങ്ങി. പരസ്പര വിശ്വാസവും സ്നേഹവും ഉള്ളിടത്തെ ശാന്തിയും സമാധാനവും ഉണ്ടാവും. ചെറിയച്ഛൻ്റെ ആൻറ്റിയുടെയും ജീവിതം അതാ. അവളുടെ സന്തോഷത്തിന് വേണ്ടി ഞാനും എൻ്റെ സന്തോഷത്തിന് വേണ്ടി അവളും ജീവിക്കുന്നു. ഒപ്പമുള്ളവർക്ക് നന്മയുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ നന്മ നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ളതാണ് നീ പഠിക്കേണ്ട പാഠം. പക്ഷേ ആൻറ്റിയെ മനസ്സിലാക്കിയതിൽ മോൾക്ക് എന്തോ തെറ്റ് പറ്റിയിട്ടുണ്ട്. അതോ അവൾ നിന്നെ മനസ്സിലാക്കിയതിലോ? മോൾക്ക് പറയാനുള്ളത് ചെറിയച്ഛനോട് തുറന്നു പറയാം. എനിക്കെന്തോ ചെറിയച്ഛനോട് അടുക്കാനാവും പോലെ ആൻറ്റിയോട്. അപ്പോൾ കുറ്റം ആൻറ്റിയുടേതല്ല, രക്തബന്ധങ്ങൾ തമ്മിലുള്ള ആകർഷണം, അതിൻ്റെ തീവ്രത മറ്റൊന്നിനുണ്ടാവില്ല എന്ന് വെച്ച് ഇങ്ങോട്ടൊരാൾ സ്വന്തം പോലെ കരുതി സ്നേഹിക്കുമ്പോൾ അത് തിരിച്ചറിയാതിരിക്കുന്നത് ശരിയാണ്. സോറി ചെറിയച്ച, ഇനി ആൻറ്റിയോട് എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇറ്റ്സ് ഓക്കെ. എന്താണ് നിങ്ങൾ തമ്മിലുണ്ടായതെന്നൊന്നും ആൻറ്റി എന്നോട് പറഞ്ഞിട്ടില്ല. അതൊന്നും നിന്നോട് ഞാൻ ചോദിക്കില്ല. പക്ഷേ ചെറിയച്ഛൻ മറ്റൊരു കാര്യം ചോദിച്ചാൽ മോള് സത്യസന്ധമായി മറുപടി പറയണം. എന്താ ചെറിയച്ച? ഇന്നലെ ആൻറ്റി ഹോസ്പിറ്റലിൽ വന്നപ്പോൾ നിന്റെ ഒപ്പം റൂമിലുണ്ടായിരുന്ന സ്ത്രീ ആരാ? എൻ്റെ ഒപ്പം
റൂമിലുണ്ടായിരുന്ന സ്ത്രീയോ? അതെ, നിന്റെ അമ്മയുടെ കൂട്ടുകാരിയാണെന്ന് പരിചയപ്പെടുത്തിയ. ഓ അതോ? അത് രമ്യാന്റെ ചെറിയച്ച. അമ്മയുടെ വകയിൽ ഒരകന്ന ബന്ധുവായിട്ട് വരും. ചെറിയച്ചനെയൊക്കെ നല്ല പരിചയ. ചെറിയച്ചന് പക്ഷേ ഓർമ്മയുണ്ടാവൂന്നറിയില്ല. അമ്മയ്ക്കും എനിക്കും വലിയ കൂട്ടായിരുന്നു അവര്. പാവം, ഭർത്താവ് ഉപേക്ഷിച്ച് ഇപ്പൊ ആരും ഇല്ലാത്ത കഴിയ. അവര് നിന്നെ കാണാനായിട്ട് തന്നെ വന്നാണോ ഹോസ്പിറ്റലിൽ? ഏയ്, അവരുടെ അമ്മാവന് നെഞ്ചുവേദനയായിട്ട് കൊണ്ടുവന്നപ്പോ കൂടെ വന്നതാ. യാദൃച്ഛികമായിട്ട് അമ്മയെ കണ്ടപ്പോഴാ എന്റെ കാര്യം അറിഞ്ഞത്. ആ പാവത്തിന് എന്റെ റൂമിൽ വെച്ച് കണ്ടത് ആന്റിക്ക് അത്ര ഇഷ്ടമായില്ല. അവരോട് എന്തൊക്കെയോ സംശയം വെച്ച് ചോദിക്കുന്നത് കണ്ടത് എനിക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാനും ആന്റി ഹോസ്പിറ്റലിൽ വെച്ച് പിണങ്ങാനുണ്ടായ കാരണം അതാ. അങ്ങനൊരു സ്ത്രീയെ ആന്റി സംശയിച്ചെങ്കിൽ അതിലവളെ തെറ്റു പറയാനാവില്ല മോളെ. അതിനി നീയും കൂടി അറിഞ്ഞിരിക്കണം. എന്താ ചെറിയച്ച? ചെറിയച്ഛനെ ഈ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഗീത എന്നൊരു പെൺകുട്ടി വിവാഹം കഴിച്ചിരുന്നു. ചില പൊരുത്തക്കേടുകൾ കാരണം ഞാൻ അവളെ ഉപേക്ഷിച്ചു പോകാനുണ്ടായി. പിന്നീട് ഇതുവരെ യാതൊരു ബന്ധം ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ഈ നാട്ടിൽ വന്നറിഞ്ഞ് നിങ്ങളെ എങ്ങാനും സ്വാധീനിച്ച് ഗീത വീണ്ടും ഞാനുമായി അടുക്കാൻ ശ്രമിച്ചാലോ എന്ന ആശങ്ക നാദരയ്ക്കുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ ഒരാളെ അറിയുമെങ്കിൽ നീയോ നിന്റെ അമ്മയോ യാതൊരടുപ്പോ അവരോട് കാണിക്കാൻ പാടില്ല. അതിന് അങ്ങനൊരാളെ എനിക്ക് അറിയ പോലും ഇല്ല ചെറിയച്ച. ഇനി ഒരിക്കലും ആ അധ്യായം തുറക്കാൻ ഇടവരരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പോവാം ആന്റിയുടെ അടുത്തേക്ക്. കേറ്.